കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഏത്തമിടിയിച്ച സംഭവത്തിൽ അധ്യാപകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഡിഇഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം. എന്നാൽ 3:50 ആയപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം 15ഓളം കുട്ടികൾക്ക് സ്കൂൾ ബസ്സിൽ പോകാൻ കഴിഞ്ഞില്ല. കുട്ടികൾ ഹെഡ് മാസ്റ്ററുടെ അടുക്കൽ പോയി ബഹളം വച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നൽകിയ ടീച്ചർ നേരിട്ടെത്തി കുട്ടികൾക്ക് വീട്ടിൽ പോകാനുള്ള ബസ് ചാർജ് നൽകി. എന്നാൽ സ്കൂൾ ബസ് വീട്ടിലെത്തിയപ്പോൾ കുട്ടിയെ കാണാതായതിനാൽ ഒരു രക്ഷകർത്താവ് പരിഭ്രാന്തിയാവുകയും സ്കൂളിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ഈ വിഷയം പുറത്തറിയുന്നത്. ടീച്ചർ അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്ന് പറയുന്നത്. പ്രസ്തുത വിഷയം അറിഞ്ഞ ഉടൻ തന്നെ അന്വേഷിക്കുന്നതിനായി ഡിഇഒയെ ചുമതലപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഇഒ റിപ്പോർട്ട് DD ഏൽപ്പിച്ചിട്ടുണ്ട്. DD ഡെപ്യൂട്ടി ഡയറക്ടർ. ആ DD റിപ്പോർട്ട് എനിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടി കുറ്റാരോപിതയായ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ മറുപടി വാങ്ങിയ ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാൻ, ഇതെന്നായിരുന്നു ഈ സംഭവം? ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇപ്പോൾ ഇടപെടൽ ഏതൊക്കെ രീതിയിലാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കോട്ടൺ ഹിൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുന്നതിന് മുമ്പ് ദേശീയഗാനം ആലപിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ അധ്യാപിക ഈ ക്ലാസിന്റെ ഡോറ് അടച്ച് വിദ്യാർത്ഥികളെ അകത്ത് നിർത്തിയതിനു ശേഷം അവരോട് 10 മിനിറ്റോളം ഏത്തമിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഏത്തമിടുന്നതിനിടയിൽ അവർ പോകേണ്ടിയിരുന്ന സ്കൂൾ ബസ് നേരത്തെ അവിടെ നിന്ന് പോയി. അങ്ങനെ അവർക്ക് ആ വാഹനം കിട്ടാതാകുന്ന സാഹചര്യം ഉണ്ടാകുകയും കൃത്യസമയത്ത് ഇവർക്ക് വീട്ടിലെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് സ്കൂളിൽ എത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. തുടർന്ന് ഈ അധ്യാപിക തന്നെ മാതാപിതാക്കളുമായി സംസാരിച്ച് തനിക്ക് ഒരു അബദ്ധം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിക്കപ്പെട്ടതാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത്. പക്ഷേ ഇത് ഒരു വാർത്തയായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഡിഇഒയോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് DDക്ക് കൈമാറുകയായിരുന്നു. DDയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണ വിധേയയായ അധ്യാപിക അടിയന്തരമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.